മാള ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ തട്ടകത്ത് ജോസഫിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവായി. മാള കെ റോഡ്, മാള സബ് ട്രഷറി, മാള വാട്ടർ അതോറിറ്റിക്കുള്ള സ്ഥലം, മാള KSEBക്കുള്ള സ്ഥലം ഇതെല്ലാം ജോസഫിലൂടെ മാളയ്ക്ക് ലഭ്യമാവുകയാണ്. മാള ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിച്ചതോടെ മാളക്കാരുടെ സ്വപ്നം തട്ടകത്ത് ജോസഫിലൂടെ യാഥാർത്ഥ്യമായി. വർഷങ്ങളായി മാളയിൽ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിനായി ജനങ്ങളും കച്ചവട സമൂഹവും മാറി മാറി വരുന്ന സർക്കാരിനെ സമീപിക്കുമായിരുന്നു. എന്നാൽ ആവശ്യമായ സ്ഥലം സൗജന്യമായി ലഭിക്കാത്തതിനാൽ ഫയർ സ്റ്റേഷന് അനുമതി ലഭിച്ചിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് മാളയിലെ പോപ്പുലർ ഹാർഡ്വെയർസിൽ തീപടർന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും പൊയ്യയിൽ കോഴിഫാമിന് തീപടർന്ന് ആയിരക്കണക്കിന് കോഴികൾ അഗ്നിക്കിരയായപ്പോഴും ദുരന്തത്തിന് ആഴം കൂട്ടിയത് ഫയർഫോഴ്സ് എത്തിച്ചേരാനെടുത്ത സമയനഷ്ടമാണ്. എന്നാൽ കഴിഞ്ഞ UDF ഭരണകാലത്ത് ജോസഫ് തട്ടകത്ത് സൗജന്യമായി 42 സെന്റ് സ്ഥലം ഫയർ സ്റ്റേഷന് വേണ്ടി നൽകുകയും പ്രയത്നിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മാള ഫയർ സ്റ്റേഷൻ അനുമതി ലഭിച്ചത്. മാള സബ് ട്രഷറിക്ക് വേണ്ടി ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം മാള ടൗണിൽ സൗജന്യമായി നൽകുകയും കരുണാകരൻ റോഡിന് വേണ്ട സ്ഥലം നൽകിയതും തട്ടകത്ത് ജോസഫാണ്. KSEB ഓഫീസും വാട്ടർ അതോറിറ്റിയും മാളയിൽ നിലനിർത്താൻ ശ്രമിക്കണമെന്നാണ് രാഷ്ട്രീയ നേതൃത്വത്തോട് ഇദ്ദേഹത്തിനോട് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മാള കേബിൾ വിഷൻ. ഹജ്ജ് സേവന രംഗത്ത്